ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സാമ്പത്തിക ലക്ഷ്യം നിശ്ചയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എത്ര പണം വേണം, എത്രാമത്തെ വയസ്സിൽ വേണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതുമൂലം നമുക്ക് ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം ഗോളുകൾ സെപ്പറേറ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ഇത് നമ്മളുടെ ലൈഫിൽ നേടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തത് വരവ് ചെലവുകൾ നമ്മൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ സേവിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനും സേവിങ് റേറ്റ് കൂട്ടാനും സാധിക്കും എന്നുള്ളതാണ്. 50-30-20 റേഷ്യോ നമ്മൾ റൂൾ യൂസ് ചെയ്യുക. ഇതുമൂലം 50% നമ്മുടെ ആവശ്യങ്ങൾക്കും 30% നമ്മുടെ ഇഷ്ടങ്ങൾക്കും 20% നമ്മുടെ സേവിങ്സിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് കടം കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് പരമാവധി ഹൈ റേറ്റുള്ള ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ, അതല്ല കടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡുകൾ, പേഴ്സണൽ ലോണുകൾ കുറയ്ക്കുക. പുതിയ കടങ്ങൾ എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആണ്. ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുമൂലം നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന അല്ലെങ്കിൽ അനാവശ്യമായിട്ടുണ്ടാവുന്ന എക്സ്പെൻസുകൾ നമുക്ക് കുറയ്ക്കുവാനും അതിൽ നിന്ന് രക്ഷ നേടുവാനും സാധിക്കും എന്നുള്ളതാണ്. 5, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട്, അതോടൊപ്പം തന്നെ ETF, ഡെപ്റ്റ് ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പഠിക്കുക. ഇതുമൂലം നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതിനുള്ള റിട്ടേൺസ് ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള സ്റ്റെപ്പുകൾ അറിയുന്നതിന് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫിനാൻഷ്യൽ ഫ്രീഡം നേടാനുള്ള ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സാമ്പത്തിക ലക്ഷ്യം നിശ്ചയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എത്ര പണം വേണം, എത്രാമത്തെ വയസ്സിൽ വേണമെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതുമൂലം നമുക്ക് ഷോർട്ട് ടൈം, മീഡിയം ടൈം, ലോങ് ടൈം ഗോളുകൾ സെപ്പറേറ്റ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ഇത് നമ്മളുടെ ലൈഫിൽ നേടാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. രണ്ടാമത്തത് വരവ് ചെലവുകൾ നമ്മൾ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ കുറയ്ക്കുവാനും അതോടൊപ്പം തന്നെ സേവിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുവാനും സേവിങ് റേറ്റ് കൂട്ടാനും സാധിക്കും എന്നുള്ളതാണ്. 50-30-20 റേഷ്യോ നമ്മൾ റൂൾ യൂസ് ചെയ്യുക. ഇതുമൂലം 50% നമ്മുടെ ആവശ്യങ്ങൾക്കും 30% നമ്മുടെ ഇഷ്ടങ്ങൾക്കും 20% നമ്മുടെ സേവിങ്സിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത് കടം കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് പരമാവധി ഹൈ റേറ്റുള്ള ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ, അതല്ല കടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡുകൾ, പേഴ്സണൽ ലോണുകൾ കുറയ്ക്കുക. പുതിയ കടങ്ങൾ എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആണ്. ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതുമൂലം നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന അല്ലെങ്കിൽ അനാവശ്യമായിട്ടുണ്ടാവുന്ന എക്സ്പെൻസുകൾ നമുക്ക് കുറയ്ക്കുവാനും അതിൽ നിന്ന് രക്ഷ നേടുവാനും സാധിക്കും എന്നുള്ളതാണ്. 5, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട്, അതോടൊപ്പം തന്നെ ETF,